നമസ്കാരം. അങ്ങനെ UDF അധികാരത്തിലേക്ക് 10 വർഷമായി ഉണ്ടായിരുന്ന പിണറായി കാലത്തിന് അന്ത്യം. പക്ഷേ UDF അധികാരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, കേരളത്തിന്റെ ഒരു സ്ഥിതി കൊണ്ടാണ്, ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലി കൊണ്ടാണ് നിങ്ങൾ അധികാരത്തിലെത്തിയത്. അതൊരിക്കലും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മികവായിരുന്നില്ല, കഴിവായിരുന്നില്ല എന്നെങ്കിലും തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ കോവിഡ് ബാധയ്ക്ക് ശേഷം, കോവിഡ് കാലത്തിന് ശേഷം ഒരു തുടർ ഭരണം കിട്ടിയത് ആ കോവിഡ് അനന്തര കർമ്മങ്ങളുടെ ഫലമായിരുന്നു. അന്നത്തെ കിറ്റൊക്കെ ഒരു തുടർ ഭരണത്തിന് കാരണമായി. അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ശൈലി അനുസരിച്ച് അപ്പോഴേ UDF അധികാരത്തിൽ വരേണ്ടതായിരുന്നു. ഒരിക്കൽ UDF, തുടർന്ന് LDF. അതാണ് കേരളത്തിന്റെ ഇതുവരെയുള്ള ശൈലി. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തന മികവ് കൊണ്ടായിരുന്നില്ല, ഭരിക്കുന്ന പാർട്ടിയുടെ കഴിവുകേട് കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്നവർ അടുത്ത് ഭരിക്കാൻ കയറുന്നത്. ഇത്തവണയും ഏകദേശം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭരണപക്ഷത്തിന്റെ കഴിവുകേട്, ഗതികേട്, ധാർഷ്ട്യം, ധൂർത്ത്, അഴിമതി, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തവണ UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ UDFന്റെ മികവ് കൊണ്ടല്ല, പ്രതിപക്ഷത്തിരുന്നു കൊണ്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടല്ല. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഒന്നിച്ചു നിന്നു. സുധാകരൻ എന്നൊരു കല്ലുകടി ഉണ്ടായത് ഒഴിച്ചാൽ, സുധാകരൻ യഥാർത്ഥത്തിൽ അർഹനാണോ എന്ന് ചോദിച്ചാൽ എവിടെയും മത്സരിക്കാൻ അർഹനാണ്. കേരളത്തിൽ പാർട്ടിയുടെ ഏത് പദവിക്കും അർഹനാണ്, മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ. പക്ഷേ MP ആകേണ്ടുന്ന സമയത്ത് MP ആകണം, അത് രാജിവെച്ച് MLA ആകേണ്ടുന്ന സമയത്ത് MLA ആകണം, ജനത്തിന്റെ ചെലവിൽ എക്കാലവും ജീവിക്കണം എന്നുള്ള ആ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് പാർട്ടി കൂടെ നിന്നില്ല. ചെറിയ മുറുമുറുപ്പുകൾ അപ്പോഴേ തുടങ്ങി എന്നതൊഴിച്ചാൽ പാർട്ടി ഒന്നിച്ചു നിന്നു. ഇപ്പോൾ വിജയിക്കണം. ഇത്തവണ UDFന് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിത്രത്തിൽ നിന്ന് തന്നെ UDF എന്ന പേര് ഇല്ലാതാകുമായിരുന്നു. രാഷ്ട്രീയ ചരിത്രത്തിൽ UDF അസ്തമിക്കുമായിരുന്നു. ഘടകകക്ഷികൾ UDFന് വിട്ടുപോകുമായിരുന്നു. ആദ്യം വിട്ടുപോകുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതിനൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ തമ്മിലടി. മറ്റൊന്നിനുമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രിയെ നിയമിച്ചു കഴിഞ്ഞാൽ ഇനി വലിച്ചിറക്കാനുള്ള വാർഡുകളായിരിക്കും. ഏതെങ്കിലും ഗ്രൂപ്പിന്റെയോ ഗ്രൂപ്പിസത്തിന്റെയോ പേരുകൾ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒഴിഞ്ഞു നിന്നാൽ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായാൽ തുടർ ഭരണം UDFനെ അനുഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ അറിയണം, ഇപ്പോൾ നിങ്ങൾ ഭരണത്തിൽ കയറിയത് നിങ്ങളുടെ മികവ് കൊണ്ടല്ല, ഇപ്പോൾ ഭരിച്ചിരുന്ന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശ വെറുതെ ഒന്ന് പറയാം. UDFന്റെ പടിവാതിൽക്കൽ പിണറായിയുടെ ചിത്രം വയ്ക്കണം, എന്നിട്ട് താഴെ എഴുതി വെക്കണം, ഈ വീടിന്റെ ഐശ്വര്യം. കാരണം ആ പിണറായി കാലമാണ് നിങ്ങളെ ഭരണത്തിലേറ്റിയത്. ഏകാധിപത്യവും ധാർഷ്ട്യവും 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള രാജകീയമായ എഴുന്നള്ളത്തും രാജകീയമായ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ജീവിത ശൈലിയുമൊക്കെ ജനം വെറുത്തു തുടങ്ങി, പാർട്ടിക്കാർ വെറുത്തു തുടങ്ങി. ഇനി LDF മൂന്നാമത് രൂഢം വന്നാൽ ഒരു കാലത്തും CPM എന്നൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷ വിശ്വാസികൾ തന്നെ മാറി വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഒരുപക്ഷെ ഇത്തവണ UDFന് അധികാരത്തിലേറ്റിയത് CPMനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം ഒരിക്കൽ കൂടി ഈ ഭരണം വരരുതേ എന്ന് പ്രാർത്ഥിച്ചവർ, ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവർ. പ്രതിപക്ഷത്തിരുന്നാൽ സമരങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കാം, മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഒന്നേ എന്ന് തുടങ്ങി വളർന്നു വരാം എന്ന് പ്രതീക്ഷിച്ച യഥാർത്ഥ പാർട്ടിക്കാരായിരിക്കും ഇത്തവണ LDFനെ തോൽപ്പിച്ചത്. ഒരാത്മവിചിന്തനം പാർട്ടിക്കാർക്ക് ഉണ്ടായി എന്ന് വേണം കരുതാൻ. സാധാരണ പാർട്ടിക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്താങ്ങുന്ന ഏറ്റവും സാധാരണക്കാരായ പാവങ്ങളായ അണികൾ അത് വിശ്വസിച്ചില്ല എന്ന് വരും. എന്നാൽ യഥാർത്ഥ പാർട്ടിക്കാർ വോട്ട് മാറിക്കുത്തി എന്ന് തന്നെ വിശ്വസിക്കണം. കടക്ക് പുറത്ത് മാറി നിൽക്ക്, നിന്റെ വീട്ടിൽ ചെന്ന് പറയ് എന്നീ തരത്തിലൊക്കെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ ജനങ്ങളോടുള്ള ആക്രോശം, മാധ്യമ പ്രവർത്തകരോടുള്ള ആക്രോശം ജനങ്ങളുടെ ചെവിയിൽ പെരുമ്പറയായി മുഴങ്ങി. കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടിയെടുത്ത് ഉച്ചയ്ക്കടിച്ചത്, എന്നിട്ടതിനെ ജീവൻ രക്ഷാ ശ്രമമാണ് എന്ന് പരിഹസിച്ചത്, കരിങ്കൊടി കാണിച്ചവരെ ജയിലിൽ അടച്ചത്, അവരെ ക്രിമിനൽ കേസിൽ പെടുത്തിയത്, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മന്ത്രി തന്നെ പറഞ്ഞു അത് വെറുതെ ഒരു ഉന്തും തള്ളുമായിരുന്നു എന്ന്.
ആ പരിഹാസം, കരിമണൽ അഴിമതി, ആശാസമരം, പാവപ്പെട്ട ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റ് നടയിൽ മാസങ്ങളോളം ആ പൊരുവെയിലത്ത് കിടന്നതും അവരെ ആക്രമിച്ചതും, PSC റാങ്ക് ഹോൾഡേഴ്സായ ചെറുപ്പക്കാരെ സെക്രട്ടേറിയറ്റ് നടയിൽ പരിഹസിച്ചു വിട്ടത്, PSC നിയമനങ്ങളില്ലാത്തത്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ പോലും വിറ്റ് കാശാക്കിയത്. ഒരു സ്ക്വയർ ഫീറ്റ് വീടിന് 3000 രൂപയാണത്രേ. വീട് നിർമ്മാണത്തിൽ ഉപയോഗിച്ചത് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. നമ്മുടെ നാട്ടിൽ ഇവിടെ എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? അത്യന്താധുനിക വീടുകൾക്ക് പോലും ഇത്രയും തുക വരുന്നില്ല. ഒരു ശവമടക്കിന് 75,000 രൂപ. നാട് മുഴുവനും സാധാരണ ജനങ്ങളുടെ പണം വെട്ടിച്ച സൊസൈറ്റി അഴിമതികൾ. ജനം വെറുക്കാൻ മറ്റെന്ത് വേണമായിരുന്നു? സമയത്തിന് പെൻഷൻ നൽകാത്തത്, നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വില വർധന, മുകേഷ് പോലെയുള്ള തലപ്പൊക്കമുള്ളവരുടെ പീഡന പരാതികൾ. ജനം വെറുത്തതിന് ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് ജനത്തിന്റെ തോളത്ത് കയറിയിട്ട് കാര്യമില്ല. ഈ അവസ്ഥയിൽ ജനങ്ങളെ വെറുപ്പിച്ച് വോട്ട് മാറിക്കുത്തിച്ചതിന് പ്രിയപ്പെട്ട UDF-കാരെ, നിങ്ങൾ നന്ദി പറയണം പിണറായിയോട്. ഈ ഭരണം വെള്ളിത്താലത്തിൽ വെച്ച് നിങ്ങൾക്ക് നീട്ടിയതിന്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. UDF-ന്റെ പടിവാതിൽക്കൽ ഇങ്ങനെയൊന്ന് എഴുതി വെക്കണം: പിണറായി ഈ വീടിന്റെ ഐശ്വര്യം. പ്രിയപ്പെട്ട LDF-കാരെ, പ്രിയപ്പെട്ട CPM-കാരെ, ഈ പാർട്ടി, CPM എന്ന പാർട്ടി കേരളത്തിന് ആവശ്യമാണ്. ഒരുപാട് സാമൂഹ്യ പുരോഗതിക്ക് മുന്നിൽ നിന്ന പാർട്ടിയാണ്. ഒരു പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ശരിയായ രീതിയിൽ ഭരിക്കുന്ന സർക്കാരിനെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥന കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.